അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ആരുടെയും പേരില്ല. ഇലക്ഷൻ 4-ാം തീയതി ഇലക്ഷൻ്റെ പൂർണ്ണ റിസൾട്ട് വന്നതിന് ശേഷം വേണം ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഏതെങ്കിലും നേതാക്കന്മാരെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഇടുന്നത് ആര് ചെയ്താലും ശരിയല്ല. കാരണം ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരുടെ യോഗം ചേർന്ന് വേണം പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കാൻ. അതിനൊക്കെ അതിൻ്റെതായ വഴിയുണ്ട്. 4-ാം തീയതി ഒരു 4 മണിയാകുമ്പോഴേക്കും എൻ്റെ ഫുൾ റിസൾട്ട് വരുമല്ലോ. അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഡേറ്റുകളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന് ഇപ്പോഴേ നമ്മൾ കയറി ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടെണ്ണുന്നതിന് വേണ്ടി ഇനിയും കുറേ ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. മെയ് 4-ാം തീയതിയാണ് ഫല പ്രഖ്യാപനം ഉണ്ടാവുക. ഏതാണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റ് തുന്നം പാടും എന്ന രീതിയിലുള്ള പല സർവേകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പല മാധ്യമങ്ങളും നടത്തിയ, കൂടാതെ പല രാഷ്ട്രീയ സംഘടനകളും നടത്തിയ സർവേകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യമായ ക്ഷീണമുണ്ടാകും, ഒരു തുടർ ഭരണം കിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു നിന്നിരുന്ന UDF വീണ്ടും അധികാരത്തിലേക്ക് വരും എന്ന് മറ്റ് ചില സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തു തന്നെയായാലും UDF വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ഏത് രീതിയിലാണ് വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഇനിയും തീർച്ചയാക്കാൻ പറ്റില്ല. യാതൊരു തരത്തിലുള്ള പ്രവചനങ്ങൾക്കും അടിസ്ഥാനമില്ലാതെ തന്നെയാണ് ഇക്കുറി വോട്ടെടുപ്പ് നടന്നിരിക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. 80% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് ഉയരുന്ന സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇക്കുറി 80% പോളിംഗ് നടന്നിരിക്കുന്നതിനാൽ UDF തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള സർവേകൾക്ക് ആക്കം പകരുന്ന ചില സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ചില വടംവലികൾ UDF-നകത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും പരസ്യ പ്രസ്താവനകൾ തന്നെ നടത്തിയിരിക്കുന്നു. കോൺഗ്രസിൽ ഇക്കുറി നിയമസഭയിലേക്ക് സീറ്റ് കിട്ടാതിരുന്ന K. സുധാകരൻ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആദ്യം മുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം KC വേണുഗോപാൽ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ FB പോസ്റ്റിനെ തുടർന്ന് VD സതീശനെ അനുകൂലിച്ചുകൊണ്ടും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടുമെല്ലാം കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം കമൻറ്റ് ബോക്സ് തന്നെ അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പാടില്ല. AICCയുടെ വക്താവായ KC വേണുഗോപാൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടില്ല. അങ്ങനെ മത്സരിക്കാത്ത ഒരാളെ എന്തിനാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് എന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി VD സതീശൻ തന്നെയാണ് ടീം UDF എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും കുറ്റമറ്റ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് UDF-നെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം അഹോരാത്രം പ്രയത്നിച്ചത് എന്നാണ് UDF-ലെ മറ്റു പല നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യൻ VD സതീശൻ തന്നെയാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ VD സതീശന് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവ് തന്നെയാണ്, അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനാണ് എന്ന തരത്തിലുള്ള പല നിരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത്തരം നിരീക്ഷണങ്ങളും ഇത്തരം വാഗ്വാദങ്ങളുമെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് K. മുരളീധരൻ തുറന്നടിച്ചത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളല്ല കേരളത്തിലെ UDF-ന്റെ ഭരണത്തെയും ഭരണാധികാരികളെയും നിർണയിക്കുന്നത് എന്ന് തന്നെയാണ് K. മുരളീധരൻ തുറന്നടിച്ചത്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുവാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും ചേർന്ന് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ തീരുമാനിക്കപ്പെടും. ആരായിരിക്കണം മറ്റു മന്ത്രിമാർ എന്നുള്ളതെല്ലാം ഹൈക്കമാൻഡും കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും കോൺഗ്രസിൻ്റെ സംവിധാനങ്ങളും തീരുമാനിക്കും എന്നാണ് K. മുരളീധരൻ തുറന്നടിച്ചത്. അതിനിടയിൽ K. സുധാകരനോ അല്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷിയാസോ മറ്റാര് തന്നെയായാലും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് അനുചിതം തന്നെയാണ്. ഒരു കാരണവശാലും അത് വകവെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ K. മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നു.
പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സംഘടനയിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല. പൊതുമധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും കളിയാക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും ആരും ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ കോൺഗ്രസ് എന്ന സംഘടനയെ, UDF എന്ന സംഘടനയെ അല്ലെങ്കിൽ കെട്ടുറപ്പിനെ ഒരു കാരണവശാലും ബാധിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം തന്നെയാണ്. UDF-നെ വിശ്വസിച്ചുകൊണ്ട് UDF-ന് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെ ഒരു കാരണവശാലും നിരാശരാക്കാൻ പാടില്ല. അവരെ അവഹേളിക്കുന്ന തരത്തിൽ ഇന്നയാളായിരിക്കണം മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് തീർച്ചയായും UDF-ന് വോട്ട് ചെയ്ത വോട്ടർമാരോട് കാണിക്കുന്ന നെറികേടാണ് എന്നുകൂടി കെ മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നു. UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ യഥാസമയത്ത് തന്നെ തികഞ്ഞ യോഗ്യതയുള്ള ഒരാളെ തന്നെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും തീരുമാനിക്കും എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. കെ മുരളീധരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിന് ജനങ്ങൾ പല രീതിയിലും അഭിപ്രായം പറയുന്നുണ്ട്. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. എന്നാൽ കോൺഗ്രസിനെ UDF-നെ പ്രതിസന്ധിയിലാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാർ മുഖ്യമന്ത്രി പദം ഇന്ന ആൾക്കായിരിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന നടത്തി കോൺഗ്രസിനെയും UDF-നെയും വെട്ടിലാക്കരുത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത്. കെ മുരളീധരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഏതെങ്കിലും നേതാക്കന്മാരെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഇടുന്നത് ആര് ചെയ്താലും ശരിയല്ല. കാരണം ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരുടെ യോഗം ചേർന്ന് വേണം പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കാൻ. അതിനൊക്കെ അതിൻ്റെതായ വഴിയുടെ 4-ാം തീയതി ഒരു 4 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഫുൾ റിസൾട്ട് വരുമല്ലോ. അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഡേറ്റുകളൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിന് ഇപ്പോഴേ നമ്മൾ കയറി ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കമാൻഡ് തന്നെ അക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം. അതാണ് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഈ KC-യുടെ പേര് ഉയർന്നു വരുന്നത് തന്നെ ചിലർ അതൊരു അനുചിതമാണെന്ന് പറയുന്നത്. അദ്ദേഹം മത്സരിക്കാത്ത ഒരാളാണ്. അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച വേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ആരുടെയും പേരില്ല. ഇലക്ഷൻ 4-ാം തീയതി ഇലക്ഷന്റെ പൂർണ്ണ റിസൾട്ട് വന്നതിന് ശേഷം വേണം ഇക്കാര്യങ്ങൾ ആലോചിക്കാൻ. പിന്നെ ഇലക്ഷന്റെ എന്ന് പറഞ്ഞാൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. അവർക്ക് മാക്സിമം അവർക്ക് 20-22 സീറ്റ് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം പങ്കില്ലേ വിജയത്തിൽ. അതാണ് ടീം UDF. അതാണ് ഞങ്ങൾ ആദ്യം മുതൽ എടുത്തിട്ടുള്ള തീരുമാനം. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും.